കൂട്ടിക്കൊടുപ്പിന്റെ കൂത്തരങ്ങായി മാറിയ തിരുവനന്തപുരം പ്രസ് ക്ലബ്. തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുടെ അഭിമാനമായിരുന്നു ഒരു കാലത്ത് തിരുവനന്തപുരം പ്രസ് ക്ലബ്. 1965 20 അംഗങ്ങളുമായി സ്ഥാപിതമായ ഈ ക്ലബിൽ 1967 ഫെബ്രുവരി 8 ഗവർണർ സഹായ് ആദ്യത്തെ മീറ്റ് ദ പ്രസ് പരിപാടിയെ അഭിസംബോധന ചെയ്തു. 1968 ഏപ്രിൽ 17 കേരള മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് പ്രസ് ക്ലബ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. 1969 മെയ് 19 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തിരുവനന്തപുരത്ത് നിലവിൽ പ്രസ് ക്ലബ് സ്ഥിതി ചെയ്യുന്ന ആ 3 നില കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പ്രൊഫഷണൽ പത്രപ്രവർത്തകർ നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പത്രപ്രവർത്തന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം 1968 തിരുവനന്തപുരം പ്രസ് ക്ലബിനോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടർ റോയിട്ടേഴ്സിൽ പ്രവർത്തിച്ചിരുന്ന M. ശിവറാം ആയിരുന്നു. ഇപ്രകാരം അഭിമാനകരമായ പല കാര്യങ്ങളും തിരുവനന്തപുരം പ്രസ് ക്ലബിനെ കുറിച്ച് അന്ന് പറയുവാനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല. മുൻപ് പ്രമുഖരായ ജേർണലിസ്റ്റുകൾ നായകത്വം വഹിച്ച മാധ്യമപ്രവർത്തകരുടെ അന്തസ്സിന്റെ മേൽവിലാസമായിരുന്ന തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ നേതൃസ്ഥാനത്ത് ഇന്ന് ആഭാസന്മാരും കൊടും ക്രിമിനലുകളും എത്തുകയും പ്രസ് ക്ലബ് ഒരു കൂട്ടിക്കൊടുപ്പിന്റെ കൂത്തരങ്ങായി മാറുകയും പ്രസ് ക്ലബിനെതിരെ തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ തന്നെ വാർത്ത എഴുതേണ്ടി വരുന്ന ഗതികേടിന്റെ വാർത്തയാണ് ITV ന്യൂസ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഇന്ന് ഏത് അലവലാതിക്കും തെമ്മാടിക്കും തീവട്ടിക്കും പ്രസിഡന്റോ സെക്രട്ടറിയോ ആകാം. അതിന് ജേർണലിസം പഠിക്കുകയോ ജേർണലിസ്റ്റ് ആകുകയോ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെന്നോ ഇല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രസിഡന്റ് സെക്രട്ടറി കസേരകളിൽ മാറി മാറിയിരുന്ന് കസേരകളി നടത്തുന്ന M. രാധാകൃഷ്ണൻ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. കേരള കൗമുദി ദിനപത്രത്തിൽ പാക്കിംഗ് സെഷനിൽ ഇരുന്ന് പത്രം എണ്ണിക്കെട്ടിക്കൊണ്ടിരുന്ന രാധാകൃഷ്ണനെ ഏതോ ഒരു സാമതരോഗി പ്രൂഫ് റീഡിംഗിൽ കൊണ്ട് ഇരുത്തി. അല്പം സംഘടനാ പ്രവർത്തനവും VS അച്യുതാനന്ദന് ജയ് വിളിച്ചുകൊണ്ട് നടന്നിരുന്ന കാലത്ത് ഏതോ യൂണിയൻകാരന്മാർ പറ്റിച്ച പണിയാണിത്. ആ സ്ഥാപനത്തിൽ തന്നെ തണ്ണിമേത്തൻ എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ജേർണലിസ്റ്റ് അദ്ദേഹം പ്രസ് ക്ലബ് ഭാരവാഹിയുവാൻ മത്സരിച്ച സമയത്ത് കൈപൊക്കാൻ ഒരാളാകുമെന്ന് കരുതിയാണ് പാക്കിങ്ങിൽ ഇരുന്നവനെ പിടിച്ച് മാധ്യമപ്രവർത്തകനാണെന്ന് പറഞ്ഞ് പ്രസ് ക്ലബിൽ അംഗത്വം കൊടുക്കുന്നത്. ഈ അടുത്ത കാലത്ത് വെള്ളമടിച്ചടിച്ച് കൂമ്പുവാടി മരിച്ചുപോയ ചില മുഖ്യധാരാ മാധ്യമങ്ങളിലെ തീവട്ടികളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ് ഒരു മീഡിയ സിൻഡിക്കേറ്റായി മാറുന്ന കാലം. വാർത്ത മുക്കൽ, വാർത്ത അമുക്കൽ, വിരട്ടിപ്പണം പിടുങ്ങൽ, രാഷ്ട്രീയക്കാരന്മാർക്ക് വേണ്ടി ഡീൽ ഫിക്സിംഗ് ഒക്കെ തുടങ്ങിയ കാലം. സംഘടനാ പ്രവർത്തനങ്ങളിലും ഇടനില പരിപാടികളിലും പിടിച്ചുവെപ്പുകാരനായി നിന്ന് തഴക്കവും പഴക്കവും വന്ന രാധാകൃഷ്ണന് മികച്ച ഒരു അവസരമാണ് അവിടെ വന്നു ചേർന്നത്. ആ തണലിൽ അദ്ദേഹം പതുക്കെ വളർന്നു തുടങ്ങി, ബന്ധങ്ങൾ സ്ഥാപിച്ചു. ഇദ്ദേഹത്തിന് ജേർണലിസത്തിന്റെ ബാലപാഠങ്ങൾ അറിയാത്തവനാണെന്നോ റീഡിംഗിൽ ഒരു പ്രൂഫ് റീഡിംഗ് സ്റ്റാഫ് മാത്രമാണെന്നും പലർക്കും അറിയില്ലായിരുന്നു. ഗ്രൂപ്പിസവും വിഭാഗീയതയും മുതലെടുത്ത് 2018 ആദ്യമായി രാധാകൃഷ്ണൻ പ്രസ് ക്ലബ് സെക്രട്ടറിയായി. തുടർന്ന് അങ്ങോട്ട് മാറി മാറി പ്രസിഡന്റും സെക്രട്ടറിയുമായി. ഇതിനിടയ്ക്ക് നിരവധി കേസുകൾ രാധാകൃഷ്ണനെതിരെ ഉണ്ടായി. 2019 പാതിരാത്രി വീട്ടിൽ കയറി കേരള കൗമുദി ജീവനക്കാരിയെയും കുട്ടിയെയും സദാചാര ഗുണ്ട ചമഞ്ഞ് ആക്രമിച്ചു എന്ന കേസിൽ രാധാകൃഷ്ണനെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ട് പോലീസ് കേസെടുക്കുകയും പ്രസ് ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രസ് ക്ലബ് പ്രസിഡന്റിനെ പോലീസ് പ്രസ് ക്ലബിൽ കയറി അറസ്റ്റ് ചെയ്ത് വലിച്ചിഴച്ചു കൊണ്ടുപോയി. കോവിഡ് കാലയളവിൽ വ്യാപാരിയെ വിരട്ടി പണം തട്ടിയെന്ന കേസിൽ തിരുവനന്തപുരം മേയറുടെ പരാതിയിൽ രാധാകൃഷ്ണനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ റേഡിയോ ജോക്കിയായിരുന്ന യുവതിയെ ബൈക്കിൽ പിന്തുടർന്ന് AKG സെന്ററിന്റെ പരിസരത്ത് വെച്ച് അശ്ലീലാംഗികം കാണിക്കുകയും അശ്ലീലം പറയുകയും ചെയ്തു എന്ന കേസിൽ ഫെബ്രുവരി 3 കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പ്രസ് ക്ലബിലും പണമിടപാടിൽ തിരിമറി നടത്തുകയും മിനിറ്റ്സ് ബുക്ക് തിരുത്തുകയും ചെയ്തു എന്ന പരാതി ഉയർന്നെങ്കിലും രാധാകൃഷ്ണൻ പ്രസ് ക്ലബ് നേതൃത്വ പദവിയിൽ നിന്നും ഒഴിഞ്ഞില്ല. വൻപിച്ച ഭൂരിപക്ഷത്തിൽ രാധാകൃഷ്ണൻ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് ഒരു മാഫിയ ഗ്രൂപ്പ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഗുണഭോക്താക്കളുടെ പിൻബലമാണ് രാധാകൃഷ്ണനുള്ളത് എന്നതിന്റെ തെളിവാണ് ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും രാധാകൃഷ്ണൻ ഇന്നും ഭാരവാഹിയായി തുടരുന്നത്. വാർത്ത വരുവാനും വാർത്ത മുക്കുവാനും രാധാകൃഷ്ണനെ വേണ്ട പോലെ കണ്ടാൽ മതി. ഓരോ മാധ്യമ സ്ഥാപനങ്ങളിലെയും പ്രധാനികളുമായി ഡീലുണ്ടാക്കി വാർത്ത വരുത്തുകയും മുക്കുകയും ചെയ്യുന്നു. മാധ്യമ മാനേജ്മെന്റ് പോലും അറിയാതെയാണ് ഈ പരിപാടികൾ നടക്കുന്നത്. വാർത്തകൾ കവർ ചെയ്യാൻ പോകുന്ന റിപ്പോർട്ടർമാരും വീഡിയോഗ്രാഫർമാർ പോലും ഇതിൽ കണ്ണികളാണ്. അവർക്കും ഇതിന്റെ ഒരു പങ്ക് ലഭിക്കുന്നു. പ്രസ് ക്ലബ് നടത്തുന്ന പരിപാടികളുടെ പേരിലും കുടുംബമേളയുടെ പേരിലും ലക്ഷങ്ങൾ സ്പോൺഷിപ്പ് എന്ന പേരിൽ കൊള്ളയടിക്കുന്നു. പ്രസ് ക്ലബിന് എന്ന പേരിൽ പല തീവട്ടുകളിൽ നിന്നും പണം പിരിക്കുന്നു. മാഫിയകളുടെ ഇടപാടുകൾക്ക് ഇടനില നിൽക്കുന്നു. തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ അവയവ കച്ചവടം നടത്തുന്ന കോർപ്പറേറ്റ് ആശുപത്രിയുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ പിരിച്ച് ആശുപത്രിയുടെ ചീത്തപ്പേര് മാറ്റുവാൻ ഫുട്ബോൾ മേള നടത്തുകയുണ്ടായി. എല്ലാ മാധ്യമങ്ങളെയും കൊണ്ട് നന്നായി വാർത്തയും കൊടുപ്പിച്ചു. നഗരത്തിലെ ബാർ മുതലാളിമാർ, മസാജിംഗ് പാർലറുകൾ,
വേശ്യാലയ നടത്തിപ്പുകാരെയൊക്കെ വിരട്ടി ലക്ഷങ്ങൾ തട്ടുന്നു. ആഘോഷ ദിനങ്ങൾ വരുമ്പോൾ കുത്തക മുതലാളിമാരെ കൊണ്ട് പത്രക്കാരെ സുഖിപ്പിക്കുവാൻ എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ മേടിച്ച് അവർക്കൊരു ചീഞ്ഞ പച്ചക്കറി കിറ്റ് കൊടുക്കും. ബാക്കി മൂക്കും. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി മുതലാളിയുടെ പേരിൽ ബുക്ക് എഴുതി കൊടുക്കുകയും ഒരു PR ഏജന്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കേരള കൗമുദിയുടെ മുൻ നെയ്യാറ്റിൻകര പ്രാദേശിക ലേഖനെ പോലെയുള്ള നിരവധി ഇടനിലക്കാർ അവരുടെ അരിപ്രാഞ്ചി മുതലാളിമാർക്ക് വേണ്ടുന്ന PR സപ്പോർട്ട് ഇദ്ദേഹം പ്രസ് ക്ലബ് വഴി ഒരുക്കി കൊടുക്കുന്നു. ഇതെല്ലാം വൻപിച്ച ഡീലുകളാണ്. ഒരു ജവാൻ മേടിച്ചു കൊടുത്താൽ നിർവൃത്തി അടയുന്ന ചില ഓണററി മെമ്പർമാരാണ് രാധാകൃഷ്ണന്റെ മറ്റൊരു പിൻബലം. ഇവർക്കൊരു ക്വാർട്ടർ മേടിച്ചു കൊടുക്കുകയും ചെറിയ പരിപാടികൾക്ക് വിളിക്കുകയും ചെയ്യുമ്പോൾ അവർ രാധാകൃഷ്ണന്റെ അടിമകളായി മാറുന്നു. കേരളത്തിലെ ആയിരക്കണക്കിന് ജനങ്ങളെ വഞ്ചിച്ച 3000-ലധികം കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയ പാതിവില തട്ടിപ്പിലും ഇപ്പോൾ രാധാകൃഷ്ണന്റെ പേരും തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ പേരും ഉയർന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നാട്ടിൽ എവിടെ തട്ടിപ്പ് നടന്നാലും അതിന്റെ നെടുന്തല തിരുവനന്തപുരം പ്രസ് ക്ലബിലേക്കാണ് എത്തുന്നത് എന്നതാണ് നിലവിലെ അവസ്ഥ. ഭൂലോക തട്ടിപ്പുകാരനായ അനന്തകൃഷ്ണനും സംഘവും രാധാകൃഷ്ണനും ചേർന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് 2024 മാർച്ച് 20-നാണ് പ്രസ് ക്ലബ് അംഗങ്ങൾക്ക് പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്നതിനുള്ള കരാറിൽ ഒപ്പിട്ടത്. തിരുവനന്തപുരം പ്രസ് ക്ലബിലെ 150ഓളം പേർ സ്കൂട്ടറിനായി രജിസ്റ്റർ ചെയ്തെന്ന് 2024 ജനുവരി 25-ന് നടന്ന പ്രസ് ക്ലബ് കുടുംബമേളയ്ക്കിടെ രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബും പ്രമുഖ മാധ്യമപ്രവർത്തകരും അടക്കം ഈ പദ്ധതിയിൽ ചേർന്നു എന്ന് രേഖകൾ കാണിച്ച് വിശ്വാസ്യത വരുത്തി പണം തട്ടുവാനായിരുന്നു ലക്ഷ്യം വെച്ചത്. അതിനായി 5 ലക്ഷം രൂപയും ചേരുന്ന ഓരോ അംഗത്തിനും 5000 രൂപ വീതം ഇൻസെന്റീവായും രാധാകൃഷ്ണൻ നൽകി എന്നാണ് വിവരം. 180 പേർ ചേരുമ്പോൾ 5000 രൂപ വെച്ച് അത് എത്ര ലക്ഷമായി എന്ന് കണക്ക് കൂട്ടുക. BJP മുതിർന്ന നേതാവ് AN രാധാകൃഷ്ണൻ എങ്ങനെയാണ് ഈ വലയിൽ വീണതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പ്രസ് ക്ലബ് ചെയ്ത ദ്രോഹം എന്താണെന്ന്. ഏറ്റവും ബഹുമാനരായ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ ഒക്കെ വലിയ പങ്കാളിത്തമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്, ആ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആളുകൾക്ക്, കുട്ടികൾക്ക് നിസ്വാർത്ഥമായി അനന്തകുമാർജിയും നേരത്തെ സൂചിപ്പിച്ച അനന്തകൃഷ്ണനും ഒക്കെ പങ്കെടുത്തിട്ടുള്ള, ഞങ്ങളാരുമില്ലാത്ത, ഞങ്ങൾ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനായ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നടക്കുകയുണ്ടായി. M രാധാകൃഷ്ണനെതിരെ പ്രസ് ക്ലബ് മുൻ സെക്രട്ടറി KN സാനു മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയുണ്ടായി. രാധാകൃഷ്ണന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ സ്കീം നടപ്പാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭരണസമിതിയിലെ സെക്രട്ടറി എതിർത്തിട്ടും അതിന്റെ ഇനാഗുറേഷൻ, ഈ ധാരണാപത്രം ഒപ്പിടുന്നതിന് മുമ്പ് ഇനാഗുറേഷൻ നടത്തണം. ഈ അനന്തകൃഷ്ണന് എന്തോ ഒരു പ്രത്യേക ഒരു മാന്യത മാധ്യമപ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ഇന്റൻഷനോട് കൂടി ചെയ്തു എന്ന് മാത്രമാണ് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നത്. ഇന്ന് കൊള്ളാവുന്ന ഒരൊറ്റ മാധ്യമപ്രവർത്തകരും ആ പ്രസ് ക്ലബിന്റെ വഴി പോലും പോകില്ല. അടിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കുന്ന പഴയ കീടങ്ങൾ 2 അടിക്കാൻ വേണ്ടി മാത്രം ചിലപ്പോൾ ആ വഴി പോയേക്കാം. പ്രസ് ക്ലബ് എന്തോ വലിയൊരു സംഭവമാണെന്ന് കരുതുന്ന ചില അറിവില്ലാത്തവർ ഇന്നും അവിടെ പത്രസമ്മേളനം നടത്താറുണ്ട്. ഓരോ മാധ്യമ സ്ഥാപനങ്ങളിലും ഓരോ താപ്പാനകൾ ഇവരുടെ കണ്ണികളായി ഇരിപ്പുണ്ട്. എഡിറ്റോറിയൽ പേജിൽ ഐറ്റം വരുവാൻ, അന്ത്യചർച്ചയ്ക്ക് വിഷയമെടുക്കണമെങ്കിൽ, വിവാദമുണ്ടാക്കണമെങ്കിൽ എല്ലാം സമീപിച്ചാൽ മതി, പറയുന്നത് കൊടുത്താൽ മതി, സംഗതി വൃത്തിയായി നടത്തിത്തരും. മാധ്യമ ഉടമകൾ പക്ഷേ ഇതൊന്നും അറിയുന്നില്ല. പേട്ടയിലുള്ളൊരു പത്രത്തിൻ്റെ ചീഫ് ന്യൂസ് എഡിറ്ററായിരുന്ന ഇപ്പോൾ തരംതാഴ്ത്തപ്പെട്ട വ്യക്തി ലക്ഷങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ടാക്കുന്നത്. പേട്ടയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് മാധ്യമ സ്ഥാപനങ്ങളിലെ DTP ഓപ്പറേറ്റർമാരെയും മാർക്കറ്റിംഗ് സ്റ്റാഫിനെയും പാർട്ട് ടൈം ജീവനക്കാരാക്കി വെച്ചാണ് PR വർക്കുകൾ നടത്തുന്നത്. വെബ് പാർട്ടിയുടെ ബൈലൈനിലാണ് അത്തരം വാർത്തകളും പരമ്പരകളും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുൻ DGPക്ക് വേണ്ടി പരമ്പരകൾ അവരുടെ ബൈലൈനിൽ വന്നിരുന്നത് പോലും ഇത്തരത്തിലാണ്. ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പിന്നാലെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ മുഖ്യ മാപ്രകൾ. വിശദമായ പരമ്പര i2i ന്യൂസിൽ വരും ദിവസങ്ങളിൽ. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.